നമസ്കാരം. ഈ വർഷത്തെ നക്ഷത്രഫലം നോക്കാം. 2025 തിരുവാതിര നക്ഷത്രക്കാർക്ക് എങ്ങനെയെന്ന് നോക്കാം. ചിങ്ങത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന പലതും നിഷ്കർഷയോടു കൂടിയ പ്രവർത്തനങ്ങളാൽ സാധിക്കും. മക്കളുടെ വിദ്യാഭ്യാസ ഉദ്യോഗ വിഷയങ്ങളിലുള്ള ലക്ഷ്യപ്രാപ്തിയിൽ ആശ്വാസം തോന്നും. കലാകായിക മത്സരങ്ങൾക്ക് പരിശീലനം തുടങ്ങും. നീതിന്യായങ്ങൾ നടപ്പിലാക്കുവാൻ നിയമസഹായം തേടും. കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം പരിഹരിച്ച് ആഹ്ലാദ അന്തരീക്ഷം സംജാതമാകും. കന്നിയിൽ ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സഹകരിക്കും. അനാവശ്യമായ ആദിയും ദുസ്സംശയങ്ങളും ഒഴിവാക്കണം. നിലവിലുള്ള വാഹനം മാറ്റി വലിയ വാഹനം വാങ്ങുവാൻ ഇടവരും. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കും. സാധു കുടുംബത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം ചെയ്യുവാൻ അവസരമുണ്ടാകും. തിരുവാതിര നക്ഷത്രക്കാർക്ക് തുലാം മാസത്തിൽ ഗൃഹനിർമ്മാണം പൂർത്തിയാക്കി ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാൻ കഴിയും. മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാൻ ഇടവരും. വാതനാഡീ ഹൃദ്രോഗങ്ങൾക്കെതിരെ ജാഗ്രത വേണം. വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിച്ചാൽ ദാമ്പത്യബന്ധം പുനഃസ്ഥാപിച്ച് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. കടം കൊടുത്ത സംഖ്യ ഗഡുക്കളായി ലഭിക്കുവാൻ ധാരണയാകും. വൃശ്ചികത്തിൽ മകളുടെ സുരക്ഷിതത്വം മാനിച്ച് സുരക്ഷിതമുള്ള സ്ഥലത്തേക്ക് മാറി താമസിക്കും. സ്വതസിദ്ധമായ ശൈലി പലർക്കും മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ ആശ്വാസമുണ്ടാകും. പഠിച്ച വിഷയത്തോട് ബന്ധമുള്ള ഉദ്യോഗം ലഭിക്കും. കുടുംബബന്ധം നിലനിർത്താനും സ്വത്ത് തർക്കം പരിഹരിക്കാനും വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കും. അർഹമായ കാര്യങ്ങൾ അനുഭവത്തോടു കൂടി പ്രാബല്യത്തിൽ വന്നു ചേരും. ധനുവിൽ ഒട്ടേറെ കാര്യങ്ങൾ നിഷ്കർഷതയോടു കൂടി ചെയ്തു തീർക്കുന്നതിനാൽ ആത്മസംതൃപ്തി ഉണ്ടാകും. സ്വയം ഭരണാധികാരം ലഭിച്ചതിനാൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ച് സർവ്വകാര്യങ്ങളിലും ലക്ഷ്യപ്രാപ്തി നേടും. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ മേലധികാരി ഏൽപ്പിച്ച പദ്ധതി പൂർത്തിയാക്കുവാൻ കഴിയും. അനാവശ്യമായ ആദി ഒഴിവാക്കണം. സമാധാന ചിന്താഗതിയുള്ളവരുമായി സംസർഗത്തിലേർപ്പെടുവാനും പുതിയ ആശയങ്ങൾ സ്വീകരിക്കുവാനും ഇടവരും. മകരത്തിൽ ശ്രമകരമായ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും. വിവരസാങ്കേതിക വിദ്യ പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകും. ആത്മീയ ചിന്തകളാൽ സേവന പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാകും. ആർഭാടങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് വഴി മിച്ചം വയ്ക്കുവാൻ സാധിക്കും. ജീവിത നിലവാരം പ്രതീക്ഷിച്ചതിലുപരി ഉയർച്ചയിലെത്തും. പഠിച്ച വിദ്യയോട് അനുബന്ധമായതും തൃപ്തിയുള്ളതുമായ ഉദ്യോഗം ലഭിക്കും. കുംഭത്തിൽ തിരുവാതിരക്കാർക്ക് ആത്മവിശ്വാസം, കാര്യനിർവഹണ ശക്തി, ഉത്സാഹം, ഉന്മേഷം തുടങ്ങിയവ പ്രവർത്തനക്ഷമതയ്ക്കും ആഗ്രഹ സാഫല്യത്തിനും വഴിയൊരുക്കും. ചിന്തകൾക്കതീതമായി പ്രവർത്തിക്കുന്നതിനാൽ ആശ്വാസം തോന്നും. ഗുരു കാരണവന്മാരുടെ വാക്കുകൾ അനുസരിക്കുന്നതിനാൽ സർവകാര്യ വിജയത്തിലുപരി ആത്മാഭിമാനം ഉണ്ടാകും. കടം കൊടുത്ത സംഖ്യ തിരിച്ചു കിട്ടും. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അഭിനന്ദിക്കുന്നത് വഴി ആത്മാഭിമാനം ഉണ്ടാകും. മീനത്തിൽ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. സന്താനഭാഗ്യം ഉണ്ടാകും. വാഹനം മാറ്റി വാങ്ങും. വിവേചന ബുദ്ധിയും അനുഭവജ്ഞാനവും പൊതുജന ആവശ്യം പുതിയ തൊഴിൽ മേഖലകളുടെ ആശയങ്ങൾക്ക് വഴിയൊരുക്കും. കുട്ടികളോടൊപ്പം വിദേശത്ത് താമസിക്കുവാൻ ഇടവരും. മേടമാസത്തിൽ പ്രായത്തിലുപരി പക്വതയോട് കൂടിയ സമീപനം മൂലം സൽകീർത്തിയും സജ്ജന ബഹുമാന്യതയും വന്നു ചേരും. ചികിത്സ ഫലിക്കും. അർപ്പണ മനോഭാവവും ലക്ഷ്യബോധവും പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കും. ബന്ധുവിൻ്റെ അകാല വിയോഗം ഗതകാല സ്മരണകൾക്ക് വഴിയൊരുക്കും. പറയുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവൃത്തികളും ആഗ്രഹിക്കുന്ന ആശയങ്ങളും ഫലപ്രദമായ രീതിയിൽ അനുഭവത്തിൽ വന്നുചേരും. ഇടവത്തിൽ ഉദ്യോഗം ഉപേക്ഷിച്ച് ഉപരിപഠനത്തിന് ചേരുവാനുള്ള തീരുമാനം ഭാവിയിലേക്ക് ഗുണകരമാകും. സങ്കല്പത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ കഠിന പ്രയത്നം വേണ്ടിവരും. ആശയവിനിമയങ്ങളിൽ അബദ്ധങ്ങൾ ഒഴിവാക്കുവാൻ സവ്യക്തതയും സുദൃഢവുമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ഉൾപ്രേരണയുണ്ടാകും. ഒന്നിൽ കൂടുതൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് സാമ്പത്തിക വരുമാനമുണ്ടാകുമെങ്കിലും അവിചാരിത ചെലവുകളിൽ ചിലപ്പോൾ അത്യാവശ്യത്തിന് കടം വാങ്ങേണ്ടതായി വരും. ഈ നക്ഷത്രക്കാർ മിഥുനത്തിൽ പണം മുൻകൂട്ടി ചെലവാക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാവും നല്ലത്. പറയുന്ന വാക്കുകളിൽ അബദ്ധങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കണം. കുടുംബങ്ങളിൽ ചിലരുടെ മനോഭാവം മനോവിഷമത്തിന് വഴിയൊരുക്കുമെങ്കിലും അവനവൻ്റെ തെറ്റുകൊണ്ടല്ല എന്ന് സമാധാനപ്പെടുകയാണ് വേണ്ടത്. കർക്കിടകത്തിൽ വിനയം, ക്ഷമ, ആദരം, കാര്യനിർവഹണ ശക്തി തുടങ്ങിയവ സകല കാര്യപ്രതിബന്ധങ്ങളെയും അതിജീവിക്കുവാൻ ഉപകരിക്കും. ഗുരുതരാവസ്ഥയിലുള്ള ബന്ധുവിനെ സന്ദർശിച്ച് ആശ്വാസവചനങ്ങളും സാമ്പത്തിക സഹായവും നൽകും. സുഖദുഃഖങ്ങൾ
ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികാവസ്ഥ സജ്ജാതമാകും. പരിഹാസവചനങ്ങൾ കേൾക്കുവാനിടവരുമെങ്കിലും സാരാംശം മനസ്സിലാക്കി പ്രതികരിക്കുകയാണ് നല്ലത്.